നമസ്കാരം. ഞാനൊരു വളരെ ചെറിയൊരു വീഡിയോ നമ്മൾക്ക് ഇപ്പോഴത്തല്ല ഇനി വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലോജിക്ക് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും പിന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും എല്ലാം വളരെ മെച്ചത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോലെ വളരെ സിമ്പിൾ ലോജിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് തന്നെ നടക്കുമോ നാളെ നടക്കുമോ ഇനി 100 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞാലും നടക്കാൻ സാധ്യതയുണ്ട്. അത് എത്ര വൈകുമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു എസ്റ്റിമേറ്റ് നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞ് നമുക്ക് യൂട്യൂബിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സിമ്പിൾ ലോജിക്ക്. ഇത് ഇന്ത്യ മാപ്പ് വെറുതെ വരഞ്ഞതാണ്, നമ്മൾ പെട്ടെന്നുള്ളൊരു വരച്ചില്ല. അപ്പോൾ ചെറിയ പോരായ്മ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഈ പച്ച ലൈൻ കാണുന്നത് ഇതാണ് ഇതിൻ്റെ കഥയിൽ നമുക്ക് ആവശ്യം, നമ്മൾ പറയണതിൽ ആവശ്യം. അപ്പോൾ രണ്ട് അല്ല ഇത് 3 ഇത് 4 കേട്ടോ. ഒരു സെക്കൻഡ്. നമസ്കാരം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ വീഡിയോയിൽ ഈ പച്ച ലൈൻ ഉണ്ട് 1300 കിലോമീറ്റർ. അത് വീഡിയോയിൽ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. 1300 കിലോമീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1100 അപ്പോൾ ഈ പച്ച ലൈൻ ഉണ്ടല്ലോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഡൽഹി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, ബാംഗ്ലൂർ, പിന്നെ തമിഴ്നാട്, പോരാത്തതിന് കേരളം. ഇന്ത്യയിൽ 80% സ്ഥലങ്ങളിലും കുടിവെള്ളം ഇപ്പോഴും ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70-75 വർഷം കൂടുതലായി. 1952 സ്വാതന്ത്ര്യം കിട്ടിയത്. ആ ലെവലിൽ നമ്മൾ പെട്ടെന്ന് വീഡിയോയിലാകുമ്പോൾ നമ്മൾ എഴുതി തയ്യാറാക്കലല്ല അതിൻ്റെ ഇത്. അപ്പോൾ ഇപ്പോഴും കുടിവെള്ളം എവിടെ എത്തിയിട്ടില്ല. ഡൽഹിയിൽ ടാങ്കർ ലോറിൻ്റെ മുകളിൽ കയറിയിട്ട് 100-200 ഓസ് ഇട്ടിട്ടാണ് സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും എല്ലാവരും കൂടി കയറിയിട്ട് അതിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് ലോക രാജ്യങ്ങൾക്ക് തന്നെ ഇന്ത്യ 3ാം സ്ഥാനമാണ് സാമ്പത്തികത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, ഈ ഇന്ത്യൻ്റെ നിലവാരം സോമാലിയാണോ ബംഗ്ലാദേശാണോ അതിനും താഴ്ന്ന ലെവലാണോ എന്നുള്ളത് ചിന്തിക്കാൻ സാധാരണ പൊതുജനങ്ങൾക്കും, ഇത് വെളിരാജ്യക്കാരല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തന്നെ അവസ്ഥ നമുക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടും. അപ്പോൾ ഇതിനൊക്കെ എളുപ്പ വഴിയിൽ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് ഒതുക്കി പറയാൻ പറ്റിയ ഒരു സംവിധാനം. ഇതിപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് പോയി പറയാനുള്ള സജ്ജീകരണമില്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം. ഇവിടുന്ന് ഡൽഹിക്ക് പോകണമെങ്കിൽ തന്നെ 5000 രൂപ മിനിമം ചിലവ് കാശ് കയ്യിൽ വെച്ചിട്ട് വേണം പോകാം. ഈ ഒരു പേപ്പറും കൂടെ നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഒന്നും നടക്കില്ല. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ ഈ കുടിവെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് പോരാണ്ട് ഈ കുടിവെള്ളം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗുജറാത്തിൽ നിന്ന് ഒഡീഷ അല്ലെങ്കിൽ ബംഗാൾ അവിടേക്ക് നമുക്ക് മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മെഷീനറികളുടെ JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, മറ്റേ തുരങ്കം ഉണ്ടാക്കാനുള്ളതുണ്ട്, എല്ലാത്തിനും മെഷീനറി ഉണ്ട്. ഒരു ദിവസം 40-50 കിലോമീറ്റർ റോഡ് പണിയെടുക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഒരു ദിവസം 50 കിലോമീറ്റർ കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ 40 കിലോമീറ്റർ, 30 ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ദിവസം പണിയെടുത്താൽ തന്നെ ഈ ഗുജറാത്ത് മുതൽ ഒഡീഷ വരയ്ക്ക് 1300 കിലോമീറ്ററാണ് വരുന്നുള്ളൂ. അത് ഗൂഗിൾ മാപ്പ് പ്രകാരമാണെങ്കിൽ 1500 കിലോമീറ്റർ വരും. ഇതൊന്നും വിഷയമല്ല. ഇന്നത്തെ കാലത്ത് ഇത്രയും മെഷീനറി സൗകര്യം ഉള്ളത് കൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ
ഈ കടൽ വെള്ളത്തിനെ ഇങ്ങോട്ടും അങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഈ കാശ്മീർ മുതലുള്ള വെള്ളങ്ങൾ മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് പിടിക്കാനും പറ്റും. മറ്റുള്ള ഭാഗങ്ങളിലുള്ള മഴവെള്ളത്തിനെ നമുക്ക് ആ കനാലിലേക്ക് ഇറക്കാനും പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസ് കനാൽ ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ കൂടെ മനുഷ്യനിർമ്മിതമായ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചരക്ക് കപ്പലുകൾ 50,000 ടണ്ണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. 50,000 ടണ്ണ്, 5,000 ടണ്ണ്, അങ്ങനെ ടണ്ണ് കണക്കിന് സാധനങ്ങൾ. അപ്പോൾ ഇതേ പോകുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് പനാമ കനാൽ. 81 കിലോമീറ്റർ 150-200 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഗിറ്റാജിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മനുഷ്യൻ വെട്ടിയുണ്ടാക്കിയ കനാലുണ്ട്, പനാമ കനാൽ. അത് കൊളംബിയയിൽ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 19,000-ൻ്റെ 20,000-ൻ്റെ കിലോമീറ്റർ റൗണ്ട് അടിച്ച് വരണം. അതിനെയാണ് ഈ 80 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതേപോലെ ഇന്ത്യയിൽ ഇത്രയും മിഷനറിയും സാമ്പത്തികം എല്ലാം ഉള്ള സ്ഥിതിക്കും ജനങ്ങൾക്കൊരു തൊഴിലും കിട്ടും. മറ്റേ കപ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ അറബ് രാജ്യങ്ങളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300 കിലോമീറ്ററിൽ നമുക്ക് ഇതിൽ കൂടെ വിടുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഡീഷൻ്റെയും ഗുജറാത്തിൻ്റെയും ഇടയിൽ കൂടെ നമുക്ക് കനാലുണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ ടോള് പൈസ മേടിച്ചാൽ തന്നെ ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും. കപ്പലിന് ഡീസൽ ചിലവ് കമ്മി. അതേപോലെ തന്നെയാണ് കുടിവെള്ളം. ഈ ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ഇതിന്ന് വെളിയിലേക്ക് ഉള്ളിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിവെള്ളം 100% ഇന്ത്യൻ്റെ 40%, 50% ജനങ്ങൾക്കും കുടിവെള്ളം, ഫാക്ടറി ആണെങ്കിലും കൃഷിയാണെങ്കിലും A to Z, മഹാരാഷ്ട്രയ്ക്കായാലും ഉത്തർപ്രദേശിനായാലും പഞ്ചാബിനായാലും കുടിവെള്ളം കൊടുക്കാനും സാധിക്കും. അതിനാണ് ഞാൻ ഈ മാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത്. സാധാരണക്കാർക്ക് എന്ത് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കില്ല, മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തുകയല്ല. അവരുടെ ചിന്താഗതി ഇങ്ങനത്തെ ചിന്താഗതി അവർക്കുള്ള ഒരു അവരുടെ ഒരു കൾച്ചറല്ല ഇത്. അപ്പോൾ അത് നമുക്ക് പ്രധാനമന്ത്രിനെ പോലെയും മുഖ്യമന്ത്രിനെ പോലെയും ഇങ്ങനെ ആഭ്യന്തര റവന്യൂ ധനകാര്യം അവർക്കാണ് ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്രീധരനെ പോലെയും വലിയ വലിയ എഞ്ചിനീയർമാർക്ക് ഇത് സാധിക്കുള്ളൂ. ഈ ഡാം ഉണ്ടാക്കുന്ന ആൾക്കാർക്കും വലിയ പഠിപ്പുള്ളവർക്ക് സാധിക്കുള്ളൂ. ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് അതൊന്ന് വിശദീകരിച്ചെന്ന് മാത്രമേ ചെറിയ വീഡിയോ ആയിട്ട്. അല്ലാണ്ട് ഞാൻ പൊങ്ങച്ചം പറയാനല്ല, പൊന്തി വർത്തമാനമല്ല. ഇതൊക്കെ ഞാനിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ ഇത് 10, 20, 50 കൊല്ലം കഴിയുമ്പോൾ ഇത് നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു എസ്റ്റിമേറ്റ് പറയാം. ഈ 1300 കിലോമീറ്റർ മനുഷ്യനിർമ്മിതം ബുദ്ധിമുട്ടെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അതിനാണ് ഞാൻ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത്. സൂയിസ് കനാലിനും അതേപോലെ തന്നെയാണ്. അതിൻ്റെ കണക്കൊക്കെ ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട്. വീഡിയോ ലെങ്ത്ത് കൂടുണ്ടാവേണ്ടാണ് ഞാൻ വേഗം പറഞ്ഞതായിട്ട് അവസാനിപ്പിക്കുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മൾ കുറേ വർത്തമാനം കൊണ്ട് കാര്യമില്ല, അത് ഉപയോഗത്തിലാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഗൂഗിളിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 1300 കിലോമീറ്ററാണ് ഗുജറാത്തിൽ നിന്ന് ഒഡീഷയ്ക്കുള്ളത്. അതാണ് ഈ 1300. ഇതേ വേണ്ടുള്ളൂ. ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സബ് കനാൽ അതിൽ നിന്ന് തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും. 1300 രണ്ടാമത്തത് കപ്പൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ വിടുകയാണെങ്കിൽ ടോൾ പിരിവും കിട്ടും. മറ്റുള്ളവിടേക്കൊക്കെ വെള്ളത്തിൻ്റെ കണക്ഷൻ ടണൽ വഴി കൊടുക്കാനും പറ്റും. ഒരിക്കലും ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങി പോകില്ല. ഇത് ജപ്പാനിൽ ഇത് ചെയ്ത് വിജയിച്ച കാര്യമാണ്. അവിടുത്തെ കുടിവെള്ള പ്രശ്നം വന്നപ്പോൾ കായലിൽ നിന്നും കടലിൽ നിന്നും നേരിട്ട് ഭൂമിൻ്റെ അടിയിൽ കൂടെ ലിങ്ക് ചെയ്തിട്ട് ടണൽ കൊടുത്ത് വെള്ളം അലൈൻമെൻറ്റ് നിർത്തി സേഫ്റ്റി ചെയ്തിട്ട് ജപ്പാനിൽ ഈ പ്രശ്നം അവസാനിച്ചാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, കർണാടക ഇവിടേക്കൊക്കെ ഇതിന്ന് ലിങ്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കും. അടുത്തത് എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് സാധാരണക്കാരല്ല ഒത്തിരി വലിയ പഠിപ്പുള്ളവർ ചിന്തിച്ചിട്ട് ആഭ്യന്തരമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അതുമാതിരി വലിയ ആൾക്കാർ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് വായിക്കാൻ കിട്ടുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. റഷ്യ ടു ജർമ്മനി ഓയിൽ പൈപ്പ് ലൈൻ ഉണ്ട്.
അത് വന്നിട്ട് 1335 കിലോമീറ്ററാണ് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹെവി പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 അടി 7 അടി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു 12 അടി ചുറ്റളവുണ്ടാവും. അത്രയും ലെവലിൽ ജർമ്മനിയിലേക്ക് റഷ്യയിൽ നിന്നാണ് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുടിവെള്ളം എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടാ? അതിൻ്റെ 1/3 ഭാഗം ചിലവ് പോലും വരില്ല ഈ 1300 കിലോമീറ്റർ. ഇത് 1200 ചില്ലറ ഗ്യാസ് പൈപ്പ് ലൈൻ പറഞ്ഞാൽ ഒറിജിനൽ സ്റ്റീലായിരിക്കണം, SS ആയിരിക്കണം. അപ്പോൾ ഈ കുടിവെള്ളം ആകുമ്പോൾ അതിൻ്റെ അത്ര ചിലവ് വരില്ല. ഒരു 6 അടിയോ 8 അടിയോ താഴ്ചയിൽ എടുത്ത് ടണലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഇഷ്ടം പോലെ തൊഴിലും കൊടുക്കുക. അതിൻ്റെ സബ് എഞ്ചിനീയർ മറ്റേ കോൺട്രാക്ടർ കാര്യങ്ങൾ എല്ലാം കുത്തക കമ്പനിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ഈ പദ്ധതി വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. കുടിവെള്ളം പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഒരു പ്രശ്നം ജീവിതകാലം മുഴുവൻ വരികയില്ല, ഈ പ്രശ്നമേ വരില്ല. അതേപോലെ തന്നെയാണ് ഇത് റഷ്യേൻ്റെ കാണിച്ചില്ലേ, കൊളംബിയ ടു അമേരിക്ക പോകുന്നതാണ്. 81 കിലോമീറ്റർ മനുഷ്യൻ കൈക്കോട്ടും കൊണ്ട് വെട്ടിയുണ്ടാക്കിയ കനാലുണ്ട്, അതിൽ കപ്പലാണ് ഓടുന്നത്. ഇത് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പഠിച്ചവർക്ക് മുഴുവൻ അറിയാം. എന്നാലും സാധാരണക്കാർക്ക് മെമ്മറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എസ്റ്റിമേറ്റ് കാണിച്ചു തന്നാണ്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈജിപ്ത് ടു ഇസ്രായേലിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ തന്നെയാണ് സൂയിസ് കനാൽ. ഇതാണ് ഇസ്രായേൽ ടു ഇത് 193 കിലോമീറ്ററാണ് അവർ കനാലുണ്ടായി. കനാൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 5000 ടണ്ണ് ഏറ്റവും വലിയ കപ്പലുകൾ ആ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ടു ഇത് എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,000 കിലോമീറ്റർ ചുറ്റുവളഞ്ഞ് വരണം. ആഫ്രിക്ക മുഴുവൻ ചുറ്റുവളഞ്ഞ് വരണിട്ട് വേണം അപ്പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കിടക്കണമെങ്കിൽ. അതിനാണ് ഈ സൂയിസ് കനാൽ 193 കിലോമീറ്റർ ഉണ്ടാക്കിയത്. ഇതേപോലെ തന്നെയാണ് ബാംഗ്ലൂർ ടു കൊച്ചി ഓയിൽ പൈപ്പ് ലൈനുണ്ട്. ഓയിൽ പൈപ്പ് പറഞ്ഞാൽ ഓയിൽ, ഡീസൽ, ഗ്യാസ് പൈപ്പ് ലൈൻ 524 കിലോമീറ്റർ ഇട്ടിട്ടുണ്ട് 20 കൊല്ലം മുന്നേ. നമ്മുടെ ഈ പാലക്കാട് ടു ബാംഗ്ലൂർ ഇതേ പോയിട്ട് കൊച്ചിയിലേക്ക് 5 വർഷം 6 വർഷം മുന്നേ ഗെയിൽ പൈപ്പ് ലൈൻ, അതും ഈ വർഗത്തിൽപ്പെട്ടതാണ്. ഇതേപോലെ വീഡിയോ നീളുകയാണെങ്കിലും എന്നോട് ക്ഷമിക്കണം, ഞാനത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കേരളത്തിൽ 6 മാസം മഴയാണ്, റെയിൻ. ഞാൻ ഇംഗ്ലീഷിൽ കൊടുക്കുന്നത്, ഇംഗ്ലീഷ് വീഡിയോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാണുകയാണെങ്കിൽ അറിയാൻ വേണ്ടി. റെയിൻ 6 മാസം 6 മന്ത് ഫുൾ റെയിനാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് മുഴുവൻ കർണാടകയ്ക്കും തമിഴ്നാട്ടിനും ഈ കേരളത്തിൽ പെയ്യുന്ന മഴയിലെ വെള്ളം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജനങ്ങൾക്കും, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളാണല്ലോ ഇവർക്ക് കുടിവെള്ളം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിട്ട് പല കൃഷിയും ചെയ്യാൻ പറ്റും. A to Z കൃഷികളും ഈ 2 സംസ്ഥാനങ്ങളും ചെയ്യാനും പറ്റും, കുടിവെള്ളവും കിട്ടും. അവിടുത്തെ ഫാക്ടറികൾ A to Z കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റും. മത്സ്യം വളർത്താനും അത് വിൽക്കാനും പോലും സാധിക്കും. അവർക്ക് അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കൃത്രിമമായിട്ട് മത്സ്യക്കുളങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. A to Z കൃഷി, അതിപ്പോൾ അടയ്ക്കായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ, A to Z കൃഷികൾ ഈ 2 സംസ്ഥാനങ്ങൾക്കും ലാഭിഷായി കഴിഞ്ഞാൽ കേരളത്തിന് വളരെ ഇതിൻ്റെ ഒരു ലിറ്റർ വെള്ളത്തിന് 1 പൈസയല്ല, ഒരു 10 പൈസയ്ക്ക് വിറ്റാൽ തന്നെ കേരളത്തിന് കോടീശ്വരനാകാൻ പറ്റും. അതിൻ്റെ GST വിറ്റാൽ തന്നെ. കുടിവെള്ളം മാത്രം വിറ്റിട്ട് ഈ 6 മാസം പെയ്ത് പോണ വെള്ളം കേരളത്തിൽ എൻ്റെ കണക്കൂട്ടിൽ തന്നെ 25-30 പുഴയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്നാലും എസ്റ്റിമേറ്റ് ഒരു ധാരണയിൽ പറയുകയാണെങ്കിൽ ഈ വെള്ളം മുഴുവൻ 6 മാസം പെയ്യുന്ന വെള്ളം മുഴുവൻ പോകുന്നത് കടലിലേക്കാണ്. ഒരാൾക്ക് പോലും അത് കുടിക്കാനോ ശുദ്ധീകരിക്കാനോ ഒന്നിനും പറ്റില്ല. കലങ്ങി മറിഞ്ഞ് കുത്തി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ മുഴുവൻ ഇങ്ങോട്ട് തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ട കൃഷിക്കാർക്ക് ഉപകാരപ്പെടും, എത്ര തമിഴന്മാർക്കും നമ്മുടെ കർണാടകക്കാർക്കും എത്ര ഉപകാരപ്പെടും. ഇതിനെക്കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കിട്ടേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് കുറേ രാഷ്ട്രീയം പറഞ്ഞ് കുറേ കട്ടുമുടിച്ച് ഒരു 2-3 കുടുംബങ്ങളിൽ കുറേ രക്ഷപ്പെടും. ഇതിലൊന്നും ഒരർത്ഥമില്ല. ഇനി എങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഏറ്റവും വളരെ നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളായാലും മക്കളുടെ മക്കളായാലും താഴ്മയായാലും ഈ കാലഘട്ടത്തിലേക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവർക്കെങ്കിലും തോന്നണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാരുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ഡാമുകൾ വന്നതും റോഡുകൾ വന്നതും A to Z. അതിനെ ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ല ഈ കാര്യം സത്യങ്ങൾ വെളിയിൽ പറയാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ തന്നെ കാണുന്നതല്ലേ ഈ A to Z ഡാമുകൾ. മുല്ലപ്പെരിയാർ ആയിക്കോട്ടെ, ഇടുക്കി ആയിക്കോട്ടെ, മലമ്പുഴ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാ എഞ്ചിനീയറിംഗ് പ്ലാനിങ്ങും വന്നത് മുഴുവൻ
നെഹ്റു ഉദ്ഘാടനം ചെയ്താണ് മലമ്പുഴ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിനീയറിംഗ് മുഴുവൻ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാം എന്നുള്ളത് അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതേപോലെ മലമ്പുഴ കനാലിൻ്റെ എഞ്ചിനീയറിംഗ് പ്ലാനിങ് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ പാലക്കാട് ജില്ല ഏറ്റവും വലിയ ജില്ലയാണല്ലോ, ഇതിൽ മുഴുവൻ ഒരു കനാലിൽ നിന്നാണ് വെള്ളം പോകുന്നത് മുഴുവൻ ഭാഗത്തേക്ക്, അതിൻ്റെ എഞ്ചിനീയറിംഗ്. അതേപോലെ എല്ലാ ഫോറസ്റ്റിൽ കൂടെയും റോഡുകൾ ഉണ്ടാക്കിയതും ബ്രിട്ടീഷുകാരാണ്. അതിൽ നിഷേധിക്കാനേ കഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആരെങ്കിലും ഈ റോഡുണ്ടാക്കാൻ തലകുത്തി നടക്കുമോ? എങ്ങനെ ഇവർക്ക് സാധിക്കും? ഒരു എഞ്ചിനീയറിംഗും ഇല്ല. അതേമാതിരി വില്ലേജിൻ്റെ അളവ് A to Z അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, അതൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് വളരെ ചുരുക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ അടുത്തത് ഒരു സ്ഥലം പറയാം, ചൈനയിൽ വന്നിട്ട് 16,09,000 കിലോമീറ്റർ ഓയിൽ പൈപ്പ് ലൈൻ ഉണ്ട്. ഈ 12 അടി റൗണ്ടിലും 12 അടി ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 അടി ഹൈറ്റോളം അതിലേക്ക് 1,69,000. 1,69,000. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, എഴുതി വെച്ചാൽ ഇതാണ് 16,930. അപ്പോൾ ഈ പറയുന്നത് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈപ്പ് ലൈൻ അവരിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കാനഡ. പിന്നെ കാനഡ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,40,000 കിലോമീറ്റർ കാനഡയിൽ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് അറിയുന്നതാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇത് കാണുന്നവർക്ക്, വീഡിയോ കാണുന്നവർക്ക് ഇതാ 8,440. അപ്പോൾ 8,40,000. ഞാൻ പറയുന്നത് എന്തെങ്കിലും സ്റ്റൈലിങ്ങിന് ശ്രമിക്കാം, അത്രയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ല നമുക്ക്. അത് ആദ്യം തന്നെ പറയാണ്. അത് അടുത്തത് പിന്നെ റഷ്യയിൽ പൈപ്പ് ലൈൻ ഉണ്ട്. റഷ്യേൻ്റെ ഉള്ളിൽ മാത്രം പൈപ്പ് ലൈൻ. അത് ഇതാ 2,5,9,9,13. അപ്പോൾ 2,59,913 കിലോമീറ്റർ റഷ്യേൻ്റെ ഉള്ളിൽ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വലിയ പൈപ്പ് ലൈനോ മറ്റേ ഗ്യാസിൻ്റെ അത്രയൊന്നും ക്വാളിറ്റിയൊന്നും വേണ്ട, വെള്ളം സപ്ലൈ ചെയ്യാൻ കാസ്റ്റിംഗ് പൈപ്പ് മതി. സ്റ്റീലിൻ്റെ 1% വിലയേ ഉള്ളൂ കാസ്റ്റിംഗ് പൈപ്പിന് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പാലക്കാട് കേരളത്തിലേക്ക് അത്യാവശ്യം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പൈപ്പ് ലൈൻ. അത് 100 കൊല്ലം മുന്നേ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നതാണ് ഈ പൈപ്പ് ലൈൻ. അപ്പോൾ ഇതേപോലെ തന്നെ USA, അമേരിക്കയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈപ്പ് ലൈൻ വേറെ അവരിട്ടിരിക്കുന്നത്. USA 40,23,360. അപ്പോൾ 40,23,360 കിലോമീറ്റർ അവർ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. അവരുടെ ഓയിൽ പൈപ്പും ഡീസൽ ഗ്യാസ് ഇതിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കൊക്കെ എളുപ്പം ഒറ്റ ബഡ്ജറ്റ് ഒരു 24 മണിക്കൂറിനുള്ളിൽ നോട്ട് നിരോധനം പോലെ ഇത് വരുത്താൻ കഴിയേണ്ട സംഭവമുള്ളൂ. ഈ നിസ്സാര കാര്യം 1,500 കിലോമീറ്റർ. അത് റോഡ് മാപ്പ്, റോഡല്ലാത്ത മാപ്പ് വന്നിട്ട് ഡയറക്റ്റ് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ 1,300 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കാഴ്ചപ്പാടിൽ, മാപ്പ് നോക്കിയ കാഴ്ചപ്പാടിൽ നമുക്കിങ്ങനെ മാപ്പ് നോക്കുമ്പോൾ ഏകദേശം അറിയില്ല. അതിൽ 1,300, 1,350, 400 കിലോമീറ്ററിന് മുകളിൽ പോയില്ല. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന കനാൽ. ഈ റൂട്ടാണ് ഈ റൂട്ട്. ഇത് ഇവിടെ നിന്ന് കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്താൽ ടോള് തന്നെ പിരിക്കുക കോടിക്കണക്കിന് ഉറുപ്പിക. ജീവിതകാലം മുഴുവൻ ഇന്ത്യ ഉള്ള കാലം വരെയും നമുക്ക് ടോള് പിരിക്കുക എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നോ മറ്റുള്ള കൊറിയയിൽ നിന്നോ ഏത് രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിലും ചരക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിലും ഇങ്ങോട്ട് മിനിമം 1,700 കിലോമീറ്റർ ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1,700 കിലോമീറ്റർ, ഇത്രയും കിലോമീറ്റർ. അപ്പോൾ 1,700 ആകുമ്പോൾ 3,400 കിലോമീറ്റർ
കൂടുതലാണ് ഇത് ചുറ്റുവളയണത്. ഇതാകുമ്പോൾ 1400 അല്ല വെറും 1300 കിലോമീറ്ററിൽ ഈ കനാൽ അവസാനിക്കുകയും ചെയ്യും. കപ്പലുകളുടെ എണ്ണച്ചെലവ് കമ്മി, എല്ലാം കൊണ്ടും ലാഭം. ആ എണ്ണച്ചെലവിൻ്റെ ഒരു 10% ടോൾ മേടിച്ചാൽ തന്നെ എല്ലാ രാജ്യക്കാർക്കും ഉപകാരപ്പെടുകയും ചെയ്യും, കുടിവെള്ളം വേറെയും കിട്ടുകയും ചെയ്യും. അതേപോലെ ഈ ഈ മാപ്പിൽ കാണുന്ന ഇത് മെയിൻ കനാലായിട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടും അതേപോലെ മുകളിലേക്കും താഴേക്കും എല്ലാ ഭാഗത്തേക്കും നമ്മൾക്കൊരു 50 കിലോമീറ്റർ ഗ്യാപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കനാലിൻ്റെ ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്ന് കൃഷിക്ക് സബ്ബ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലായാലും ഗുജറാത്തിലായാലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിലെ 60% സംസ്ഥാനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നുള്ള 100% വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മെഷീനറി അത്ര കണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൈവേ പണിയെടുക്കുന്ന ടണൽ ഒരു ദിവസം 6 കിലോമീറ്ററോളം ടണൽ എന്ന് പറഞ്ഞാൽ ഈ ടണലിനെ കോൺക്രീറ്റോട് കൂടിയിട്ട് തുളച്ചെടുക്കാൻ കഴിയുന്ന മെഷീൻ പേർക്ക് കണ്ടുപിടിച്ചു. 6 കിലോമീറ്റർ ആണോ ഇനിയിപ്പോൾ 60 മീറ്റർ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എസ്റ്റിമേറ്റാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്രയും സജ്ജീകരണങ്ങളാണ് ഇന്നത്തെ കാലഘട്ടം ഉള്ളത്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡൽഹിയിലോ മധ്യപ്രദേശിലോ ഒരു സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നത്തിന് നമുക്ക് അങ്ങനെ ഒരു സംഭവമോ പിന്നെ ഇന്ത്യയിൽ ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ നിർത്താൻ തോന്നുന്നു. ഇപ്പോൾ സുമാർ എല്ലാവർക്കും മനസ്സിലായി എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്നെ ഞാൻ ഈ പറയണതിൽ തെറ്റും ഈ വരച്ചതിൽ തെറ്റുകളൊക്കെ ആയിട്ട് എന്നെ കുറ്റം പറയുകയാണെങ്കിലും അത് വലിയ കുഴപ്പമുള്ള കേസല്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു ആശയം ഞാനിത് ചെയ്തു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും ഇത് നടക്കുമോ നടക്കില്ല എന്ന് അറിയില്ലെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്, സാധിക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പ്രധാനമന്ത്രിൻ്റെയിലോ വലിയ എഞ്ചിനീയർമാരുടെയിലോ ഈ പ്രൊഡക്റ്റ് ഒന്ന് കൊടുത്തിട്ട് നിങ്ങളൊന്ന് അവതരിപ്പിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. എനിക്കും ഉപകാരപ്പെടും, നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടും, ഇനി വരുന്ന തലമുറയ്ക്കും ഉപകാരപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.